അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 41ാമത്തെ ഖത്മുൽ ഖുർആന്റെ ക്ലാസ്സാണ്. സാധാരണക്കാരായ ആളുകൾക്ക് ഖുർആൻ ഓതുന്നതിൻ്റെ കൂടെ കഴിവിൻ്റെ പരമാവധി നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഓതാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചെറിയൊരു ക്ലാസ്സാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وما أصابكم يوم التقى الجمعان فبإذن الله وليعلم المؤمنين. ആൽ ഇംറാൻ സൂറത്തിന്റെ 166ാമത്തെ ആയത്താണ്. ഏകദേശം 200 ആയത്താണുള്ളത്. ഏകദേശം നമ്മുടെ ക്ലാസ് ആൽ ഇംറാൻ സൂറത്തിന്റെ അവസാന ഭാഗത്താണുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി ഒന്നെങ്കിൽ ഈ ക്ലാസ്സും ഒരു ക്ലാസ് കൂടി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ക്ലാസ് ആൽ ഇംറാൻ സൂറത്തിന്റെ ഈ ഒരു ഭാഗം അവസാനിക്കും. അപ്പോൾ ഓതുന്നവരൊക്കെ എന്ത് ചെയ്യാവുന്ന ഫുൾ സ്ക്രീനിൽ കാണുകയും ഖുർആനിലേക്ക് നോക്കുക. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ സ്ക്രീനിലേക്കൊക്കെ നോക്കുക. ഓതുമ്പോൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക. കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ ലഭിക്കണമെങ്കിൽ താഴെ നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ചേരണമെങ്കിലൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. ചെറിയ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. സാധാരണ വാട്സപ്പ് ക്ലാസ്സിലുള്ളത് യാസീൻ സൂറത്തൊക്കെ ഇങ്ങനെ തുടങ്ങിയ നമ്മൾ നിത്യവും ഓതുന്ന സൂറത്തുകളാണ്. ഖത്മുൽ ഖുർആന്റെ ക്ലാസ് സ്ഥിരമായിട്ട് കിട്ടണമെങ്കിൽ പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യുക, ചിലപ്പോൾ ഈ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിഞ്ഞോളുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരമാകുന്ന രൂപത്തിൽ ക്ലാസ്സുകൾ നഷ്ടപ്പെടാതെ ലഭിക്കണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്നാൽ ആ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് ലഭിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما أصابكم يوم التقى الجمعان فبإذن الله وليعلم المؤمنين. തുടക്കത്തിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. മദ്ദുണ്ട്, മദ്ദ് മുൻഫസിലാണ്. മദ്ദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ നീട്ടാനുള്ള അക്ഷരം വന്നു, അതിനുശേഷം ഹംസ വന്നത് അടുത്ത വാക്കിലാണെങ്കിൽ മദ്ദ് മുൻഫസിലാണ്. വമാ അസ്വാബക്കും ഒന്ന് അല്പം നീട്ടുക. وما أصابكم يوم التقى الجمعان. يوم التقى കൂട്ടി വയ്ക്കുമ്പോൾ യൗമൽ അല്ലേ, അവിടെ ഒരു അലിഫ് ഹംസയുണ്ട്, അലിഫുണ്ട്. ആ ഹംസ എന്താണ്, അതിന് മേലെ ഒരു ചെറിയ ഒരു ചിഹ്നമുണ്ട് അല്ലേ, അത് വസ്ലിന്റെ ഹംസയാണ് എന്നുള്ളതിന്റെ ചിഹ്നമാണ്. കൂട്ടി വായിക്കുമ്പോൾ അത് ഉച്ചരിക്കുകയില്ല. യൗമൽ മ എന്ന അക്ഷരത്തിന് ശേഷം പിന്നെ ലാമിന് സുക്കൂനാണ്. യൗമൽ തഖൽ ജംആനി ഫബിഇദ്നില്ലാഹ്. നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാ അക്ഷരത്തിനും സുക്കൂൻ കൊടുക്കുക. നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ നീട്ടുക. തൻവീൻ ഫത്ഹ് ആണെങ്കിൽ അവിടെയും എന്ത് ചെയ്യുക, ഒന്ന് അലിഫ് കൊടുത്തിട്ട് നീട്ടുക. ഹാത്താ ഉള്ളിടത്തും ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, സുക്കൂൻ കൊടുക്കുക. യൗമൽ തഖൽ ജംആൻ, നൂനിന് സുക്കൂനാണ്. നിർത്തിയപ്പോൾ നൂനിന് ഗസറാണുള്ളത്. നമ്മൾ നിർത്തുമ്പോൾ നൂനിന് സുക്കൂൻ കൊടുക്കണം. ഇപ്പൊ ഗസറാണുള്ളത്, നിർത്തിയപ്പോൾ നൂനിന് സുക്കൂൻ കൊടുത്തു. ഈ നിർത്തുന്ന സമയത്ത് തന്നെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ ഒന്ന് അല്പം നീട്ടുക. ആ നീട്ടുന്നതിന്റെ പേരാണ് മദ്ദ് ആരിദ്. യൗമൽ തഖൽ ജംആൻ, നൂനിന്റെ മുമ്പ് അലിഫാണ്. ജംആൻ ഫബിഇദ്നില്ലാഹി വലിയഅലമൽ മുഅ്മിനീൻ. നമ്മുടെ ക്ലാസ് ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ഖത്മ് തീർക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ക്ലാസ്സാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, 3 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്യണം. കൂടെ റിപ്പീറ്റ് ചെയ്യുക. സാധാരണ നമ്മളും നമ്മുടെ ക്ലാസ് തന്നെ ഏറ്റവും ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്ന രൂപത്തിലാണ്. അഥവാ വിട്ടുപോകുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് 3 പ്രാവശ്യമെങ്കിലും ഓതി തീർക്കുക. 3, 4, 5 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഓതുക. ശുദ്ധ ഖുർആനാണല്ലോ. വലിയഅലമൽ മുഅ്മിനീൻ, നൂന് സുക്കൂന് മുമ്പുള്ള നീട്ടാനുള്ളതാണ്. മദ്ദ് ആരിദ് വരുന്നു.
വലിയഅലമൽ യഅലമൽ മീമിന് ഫത്ഹാണ്, പിന്നെ ഉള്ളത് വസ്ലിന്റെ ഹംസയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ലാമിന് സുക്കൂനാണ്. വലിയഅലമൽ മുഅ്മിനീൻ. ഒന്നുകൂടെ وما أصابكم يوم التقى الجمعان فبإذن الله وليعلم المؤمنين وليعلم الذين نافقوا. അവിടെ നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക അല്ലെ? ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക. അതിനാണ് വഖഫ് എന്ന് പറയാം. നാഫഖു നേരത്തെ പറഞ്ഞല്ലോ, നിർത്തുമ്പോൾ നീട്ടാനുണ്ടെങ്കിൽ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ഇവിടെ നാഫഖു നീട്ടാനുണ്ട്, അപ്പൊ പിന്നെ അങ്ങനെ തന്നെ നീട്ടുക. وقيل لهم تعالوا قاتلوا في سبيل الله أو ادفعوا قالوا لو نعلم മീമിന് ലൊമ്മാണ്, ലൊമ്മ സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പ് ലാമാണ്, നീട്ടാനൊന്നുമില്ല, അപ്പൊ അങ്ങനെ തന്നെ നിർത്തിയാൽ മതി. ലൗ നഅലം وقيل لهم تعالوا قاتلوا في سبيل الله أو ادفعوا വസ്ലിന്റെ ഹംസയുണ്ട്. ആ ഹംസ ആന്നോ ഈന്നോ ഊന്നോ ഒന്നും പറയണ്ട. ചേർത്തി വായിക്കുമ്പോൾ, ചേർത്തി വായിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പുള്ള പദവുമായിട്ട് ശേഷമുള്ള പദത്തിലേക്ക് വരുമ്പോൾ അവിദ് ഇങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ ആ അലിഫ് അവിടെ ഉച്ചാരണത്തിൽ വരില്ല. വസ്ലിന്റെ ഹംസ അവിടെ ഇല്ലേ ഇല്ല. അവിടെ പിന്നെ അവിടെ ഉണ്ടോ ഈന്നോ ആന്നോ ഒന്നും പറയണ്ട. قالوا لو نعلم قتالا لاتبعناكم قالوا لو ഇവിടെ ഈ വസ്ലിന്റെ ഹംസക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓതുന്ന സമയത്ത് മാത്രമല്ല, ബാക്കിയുള്ള ദിക്റുകളിലൊക്കെ എന്ത് ചെയ്യും? ഈ വസ്ലിന്റെ ഹംസ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു പുസ്തകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു നിസ്കാരത്തിന്റെ ദിക്ർ അല്ലെങ്കിൽ വുളുവിന് ശേഷമുള്ള ദിക്ർ ഇതൊക്കെ നോക്കുമ്പോൾ അവിടെ വസ്ലിന്റെ ഹംസക്ക് ഒന്നും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല, ഫത്തും കസറൊന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അവിടെ പിന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? അവിടെ ആന്നോ ഈ നോക്ക ചിലപ്പോൾ വായിക്കും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണ്ട? ഇപ്പൊ ഉദാഹരണത്തിന് അവി അത് ഫൗ എന്ന് പറയും, മനസ്സിലായോ? അവി അത് ഫൗ അല്ലെങ്കിൽ അവി ഇത് ഫൗ അല്ലെങ്കിൽ അവി ഉദു ഫൗ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഓതാൻ സാധ്യതയുണ്ട് എന്നർത്ഥം, വായിക്കാൻ സാധ്യതയുണ്ട്. ദിക്റുകളൊക്കെ അങ്ങനെ ചിലപ്പം ചെല്ലാനൊക്കെ സാധ്യതയുണ്ട്. ഈ മൗലൂദായാലും മറ്റുള്ള ഹദ്ദാദായാലും ഇതൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ ലാമിന് സുക്കൂനുണ്ടോ അല്ലേ? ലാമിന് സുക്കൂനുള്ളിടത്ത് എന്ത് ചെയ്യാ? നേരെ കൂട്ടി വായിച്ചാൽ മതി. ഏതായാലും കൂട്ടി വായിക്കാന്ന് പറയുമ്പോൾ പിന്നെ ഈ വസ്ലിന്റെ ഹംസ അതിന് ഫത്ത് ഉണ്ടോ കസറുണ്ടോ എന്ന് എപ്പോഴും നോക്കേണ്ടത്. നമ്മൾ ഔ എന്ന് പറഞ്ഞു നിർത്തി. ഫീ സബീലില്ലാഹി ഔ എന്ന് പറയാൻ കാരണം എന്താ? അവി എന്നുള്ളത് നിർത്തിയപ്പോ വാവന് സുക്കൂൻ കൊടുക്കണം. ഔ വാവന് സുക്കൂനാണെങ്കിൽ പിന്നെ എങ്ങനെ വായിക്കാം? ഔ അല്ലേ? ഔ എന്ന് പറഞ്ഞു നിർത്തി. ഇനിയോ ഇത് നിർത്തിയിട്ട് പിന്നെ വായിക്കുമ്പോ ഇത് അല്ലെങ്കിൽ പിന്നെ അവിടെ നിർത്തി പിന്നെയും ചേർത്ത് തന്നെ വായിക്കാണ്. ഫീ സബീലില്ലാഹി അവിദ്ഫഉ എന്ന് പറഞ്ഞു പോകാണെങ്കിൽ പിന്നെ അവിടെ നോക്കേണ്ടതില്ല. ചേർത്തി വായിക്കുമ്പോൾ ഇനി അഥവാ വല്ല ഭാഗവും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ, സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്യാ? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവി അതൂന്ന ഇതൊന്നും വായിക്കേണ്ട, നേരെ മുമ്പുള്ള ഒന്നും ചേർത്തിട്ടാണ് വായിച്ചാൽ മതി. അപ്പൊ പിന്നെ പ്രശ്നം തീരും. അവിദ്ഫഉ അപ്പൊ പിന്നെ അവിടെ ആ ഈ നോന്നൊന്നും നോക്കേണ്ടതില്ല എന്നർത്ഥം. പക്ഷെ നമ്മൾ പഠിച്ചു വെക്കുക, അധികവും എങ്ങനെ വരിക? മൂന്നാമത്തെ പദം, മൂന്നാമത്തെ അക്ഷരം, മൂന്നാമത്തെ അക്ഷരത്തിന് ലൊമ്മാണെങ്കിൽ നമ്മളെന്താ പറഞ്ഞിന്? മൂന്നാമത്തെ അക്ഷരത്തിന് ലൊമ്മാണെങ്കിൽ ഇവിടെ ഹംസക്ക് അലിഫ് അല്ലാതെ ഹംസ എന്ന് പറയാം, വസ്ലിന്റെ ഹംസ എന്ന് പറയാം. ആ ഹംസക്ക് ലൊമ്മാണ് കൊടുക്കണം, ഊന്നാ കൊടുക്കേണ്ടത്. ലൊമ്മ അല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യാ? ഈന്നാ കൊടുക്കേണ്ടത്. ലൊമ്മ അല്ലെങ്കിൽ ഈന്നാ കൊടുക്കേണ്ടത്. ഫത്ഹോ കസ്റോ ആണെങ്കിൽ ഈന്നാ കൊടുക്കേണ്ടത്. പിന്നെ എപ്പോഴാ ആന്ന് വരിക അല്ലേ? ആന്നപ്പോഴാ വരിക? അലിഫും ലാമും ഉണ്ടെങ്കിലേ ആന്ന് വരുള്ളൂ, അല്ലെങ്കിൽ ആന്ന് വരൂല. ഈന്നോ ഊന്ന വരുള്ളൂ. അലിഫും ലാമും ഉണ്ടെങ്കിലേ ആ എന്ന് വരുള്ളൂ. അല്ലദീന
അവിടെ എന്തുള്ളൂ? ആന്ന് വരുള്ളൂ. അല്ലാഹു അല്ലെ, അവിടെ എന്തുണ്ട്? അലിഫും ലാമും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് എന്ത് ചെയ്യുള്ളൂ? ആന്ന് വരുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് ലൊമ്മ ആണെങ്കിൽ ലൊമ്മ കൊടുക്കുക, ലൊമ്മ അല്ലെങ്കിൽ പിന്നെ കസർ കൊടുക്കുക. ഫീ സബീലില്ലാഹി ഔ ഇദ്ഫഉ, ഇത് കാരണം മൂന്നാമത്തെ അക്ഷരം എന്താണ്? ഫ എന്നുള്ളതാണ്. ഇത് എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല, ഇത് ഫിഅല് വരുന്ന സ്ഥലത്ത്. അപ്പൊ അതെങ്ങനെ തിരിയാതെ നമ്മൾ ക്ലാസ് കേൾക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് പിന്നെ ചിലപ്പോ ഇബ്നു എന്നുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും? ഇബ്നു ഈസ ഇബ്നു മറിയം അല്ലേ, അവിടെ എന്താണ്? ഇബ്നു എന്നുള്ള സ്ഥലമുണ്ട്. അവിടെ നൂന് മൂന്നാമത്തെ അക്ഷരം 3 പിന്നെ നൂന്നാണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? മൂന്നാമത്തത് ലൊമ്മാണെങ്കിൽ ലൊമ്മ കൊടുക്കണം, ഉബുനു എന്നാണ് പറയേണ്ടത്. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? ചിലത് ഏകദേശം പിന്നെ പദങ്ങളും പിന്നെ ഫീലുകളായിട്ട് വരുന്നുണ്ട് അല്ലേ. എന്നാൽ ഇസ്മുകളായിട്ട് പേരുകളായിട്ട് ചില പിന്നെ വരുന്നതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനാണ് നമ്മൾ ക്ലാസ്സുകൾ കേൾക്കണം എന്ന് പറഞ്ഞ്. അപ്പൊ എന്ത് ചെയ്യുക? അന്ന് ശ്രദ്ധിക്കുക. പിന്നെ അത് വല്ല കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവിദ് ഫഊൻ. അപ്പൊ ഇതെല്ലാ സ്ഥലത്തും എന്ത് ചെയ്യണ്ട? ഈ പറഞ്ഞ നിയമം എല്ലാ സ്ഥലത്തും അത് ബാധകമല്ല. ബാധകമല്ല എന്ന് പറഞ്ഞ കാരണം ഇത് ഈ പിന്നെ ഫീലുകളായിട്ട് നമ്മൾ പിന്നെ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഇസ്മ ഫീല് ഹർഫ് എന്നൊക്കെ പറഞ്ഞാണ്ട് അല്ലെ. വെർബ് ഇംഗ്ലീഷ് പറഞ്ഞ വെർബ് അല്ലെ, പിന്നെ നൗഡ് ഇസ്മ പിന്നെ വെർബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതാണ് സംഗതി. അപ്പൊ അതെന്ത് ചെയ്യാം? പിന്നെ ക്ലാസ്സുകൾ എന്ത് ചെയ്യാം? നമ്മള് ഹത്മുൽ ഖുർആന്റെ ക്ലാസ് ആണല്ലോ. അപ്പൊ അതെന്ത് ചെയ്യാം? ഒന്ന് തുടക്കത്തിലേക്കൊന്ന് ശ്രദ്ധിച്ച് പിന്നെ ഓതി പഠിക്കുക. അപ്പോ അതൊന്ന് ശ്രദ്ധിക്കുക. അവിദ് ഫഉ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? തുടക്കത്തിലേക്ക് വരുമ്പോ ആ കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്ത് ചെയ്താമേ അങ്ങനെ ചേർത്ത് ഇങ്ങനെ പോയാൽ മതി. തുടക്കത്തിൽ വരുന്ന സ്ഥലം പദങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് ശ്രദ്ധിക്കുക. في سبيل الله أبدفعوا قالوا لو نعلم قتالا لاتبعناكم أبدفعوا قالوا أرضتني قالوا لو نعلم ഒരു നിർത്തേണ്ട രൂപം പറയാണ്. ഖാലൂ ലൗ നഅലമു ഖിതാല, ഖിതാല തൻവീൻ ഫത്ഹ് ആണ്. തൻവീൻ ഫത്ഹ് ഖിതാല എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. ഖിതാലൻ ലത്തബഅനാകും, ലത്തബഅനാകും ഖിതാലല്ല, ഖിതാലൻ ലത്തബഅനാകും ലത്ത. അവിടെ കണ്ടില്ലേ? ലാ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ഹംസയുണ്ട് അല്ലെ, വസ്ലിൻ ഹംസയുണ്ട്. ലത്ത അത് ഇത് ചേർത്തി വായിച്ചപ്പോ അത് ഉച്ചരിച്ചില്ല. ലത്തബഅനാകും ഹും ലിൽ കുഫ്രി യൗമഇദിൻ അഖറബു മിൻഹും ലിൽ ഈമാൻ, ഹും ലിൽ കുഫ്രി യൗമഇദിൻ അഖറബു മിൻഹും ലിൽ ഈമാൻ. നേരത്തെ പറഞ്ഞു ഖിതാലല്ല എന്ന് പറയാൻ കാരണം തൻവീനേഷൻ ലാമു വന്നാൽ ഇദ്ഗാമും ബിലാവും തന്നെയാണ്. കൂട്ടി യോജിപ്പിക്കുക, മണിക്കാതെ. ഖിതാലല്ല, ഖിതാലൽ എന്ന് പറയേണ്ട അർത്ഥം. ഖിതാലല്ലത്തബഅനാകും ലിൽ കുഫ്രി യൗമഇദിൻ അഖറബു മിൻഹും, യൗമഇദിൻ അഖറബു മിൻഹും ലിൽ ഈമാൻ. നൂന് സുക്കൂന് നിർത്തുന്നതിന്റെ മുമ്പുള്ള അക്ഷരം എന്ന് പറഞ്ഞൊരു അലിഫുണ്ട്. അവിടെ ചെറിയ കുഞ്ഞ അലിഫുണ്ട് അല്ലേ. അപ്പൊ അല്പം നീട്ടണം. ആ നീട്ടുന്നതിന്റെ പേരാണ് മദ്ദ് ആരിദ്. യഖൂലൂന ബിഅഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, ബിഅഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം. ഇവിടെ കണ്ടില്ലേ? മീമിന്റെ ശേഷം മീം വന്നു. മീമിന്റെ നിയമങ്ങൾ 3 മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, സുക്കൂനുള്ള മീമിന്റെ ശേഷം മീം വന്നാൽ, ഇവിടെ സുക്കൂനുള്ള മീമുണ്ട്, അതിന്റെ ശേഷം മീം വന്നു. ആ മീമിനെ ഒന്നാമത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. ബിഅഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം. മീമിന് ശേഷം ബ വന്നാൽ മറച്ച് മണിക്കുക. എന്ന് പറഞ്ഞാൽ മറച്ച് മണിക്കുക. ബ ആണ് വന്നതെങ്കിൽ. ബാക്കി ഏത് വന്നാലും മീമ് വ്യക്തമായിട്ട് സുഖം കൊടുത്തുകൊണ്ട് വ്യക്തമായിട്ട് ഇദ്ഹാർ ചെയ്തുകൊണ്ട് പറയാം, വ്യക്തമാക്കുക എന്നർത്ഥം. ഉദാഹരണത്തിന്
ലൈസ ഫീ ഖുലൂബിഹിം വല്ലാഹു ഖുലൂബിഹിം ഖുലൂബിഹിം എന്ന് പറയുമ്പോൾ ചുണ്ടാണ് ശരിക്കും പൂടണം. ഖുലൂബിഹിം വല്ലാഹു ഖുലൂബിഹിം എന്ന് പറയുന്നത് അത് ഇഖ്ഫാന്റെ രൂപമാവും. ഫീ ഖുലൂബിഹിം വല്ലാഹു അഅലമു ബിമാ യക്തുമൂൻ. വല്ലാഹു അഅലമു അവിടെ മീമിന് ളമ്മാണുള്ളത്, സുക്കൂനല്ല. അവിടെ പിന്നെ നോക്കണ്ട, മീമിന് സുക്കൂനാണെങ്കിലേ നോക്കേണ്ടതുള്ളൂ. ഫീ ഖുലൂബിഹിം വല്ലാഹു അഅലമു ബിമാ യക്തുമൂൻ. സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങൾ 26 അക്ഷരങ്ങൾ. മീമും ഭാവുമല്ലാത്ത ബാക്കി ഏത് അക്ഷരങ്ങളും ഇദ്ഹാറിന്റെ അക്ഷരങ്ങളാണ്. മീം വ്യക്തമായിട്ട് ഉച്ചരിക്കണം. അത് ഉച്ചാരണത്തിൽ വരുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യണം. അതിങ്ങനെ നിയമം ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഉച്ചാരണത്തിൽ വരുന്നുണ്ടോന്ന്. നമ്മൾ അങ്ങനെ തന്നെയാണോ? ആ മീമ് ചിലപ്പോൾ മറന്നു പോകുന്ന പറഞ്ഞാൽ ഓതാതെ ശ്രദ്ധിക്കാതെ വിടും. ഫീ ഖുലൂബിഹിം വല്ലാഹു എന്ന് പറയും, ഫീ ഖുലൂബിഹിം വല്ലാഹു എന്ന് പറയും, അപ്പൊ മീമ് പോയി. അല്ലെങ്കിൽ ഫീ ഖുലൂബിഹിം വ, മീമ് വാവിലേക്ക് കൂട്ടി യോജിപ്പിക്കുന്ന രൂപത്തിൽ, മറച്ചു മണിക്കുന്ന രൂപത്തിലാവരുത്. മീമ് വ്യക്തമായിട്ട് ഫീ ഖുലൂബിഹിം, ഫീ ഖുലൂബിഹിം വല്ലാഹു അഅലമു ബിമാ യക്തുമൂൻ. ഓതുമ്പോൾ എന്ത് ചെയ്യാം? ഈ മീമൊക്കെ വ്യക്തമാകുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യാം? ഒന്ന് വെറുതെ പിന്നെ എന്ത് ചെയ്യാം? നമ്മളെ ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം? ഒന്ന് ഫോൺ എടുക്കുക, ഒന്ന് റെക്കോർഡ് ചെയ്യുക. എങ്ങനെ? സ്വന്തമായിട്ട് വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തിട്ട് ഓത്ത് കഴിഞ്ഞതിന് ശേഷം നോക്കുക, ചുണ്ട് പൂടുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് തന്നെ തിരിയും. ഫീ ഖുലൂബിഹിം വല്ലാഹു അഅലം. ഫീ ഖുലൂബിഹിം മീമിന് സുക്കൂൻ പറയുമ്പോൾ ചുണ്ട് പൂട്ടുന്നുണ്ടോ അല്ലേ? അത് നമ്മൾ നോക്കണം. വല്ലാഹു അഅലമു ബിമാ യക്തുമൂൻ. ഒന്നുകൂടെ. وليعلم الذين نافقوا وقيل لهم تعالوا قاتلوا في سبيل الله أو ادفعوا قالوا لو نعلم قتالا لاتبعناكم هم للكفر يومئذ أقرب منهم للإيمان يقولون بأفواههم ما ليس في قلوبهم والله أعلم بما يكتمون. 168 الذين قالوا لإخوانهم وقعدوا لو أطاعونا بدل لإخوانهم وقعدوا لو أطاعونا ما قتلوا നിർത്തിയപ്പോൾ ഖുതിലു ഖുൽ ഫദ്റഉ അൻ അൻഫുസികുമുൽ മൗത്ത്. ഫദ്റഉ ഫദ് ലാ ഫഅന ഫഇന ഫഊന ഒന്നും വായിക്കരുത്. ഫദ്റഉ വസ്രിൻ ഹംസയാണ്, ഉച്ചരിക്കില്ല. قل فادرؤوا عن أنفسكم الموت إن كنتم صادقين. ഇഖ്ഫായിൻ അക്ഷരങ്ങളാണ് കാഫ് താ. ഇൻ കുൻതും, ഇൻ കുൻ എന്ന് പറയുന്നത് ഇൻ എന്ന് പറഞ്ഞാൽ നൂന് വെളിവായി. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ചു മണിക്കുക. الذين قالوا لإخوانهم وقعدوا لو أطاعونا ما قتلوا قل فادرؤوا عن أنفسكم الموت إن كنتم صادقين. قل فادرؤوا عن أنفسكم الموت إن كنتم صادقين. ولا تحسبن الذين قتلوا في سبيل الله أمواتا. പ്രത്യേകം ശ്രദ്ധിക്കണം. മീമിന്റെ ശേഷം വാവ് വരുമ്പൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. മീമിന്റെ നിയമം പറഞ്ഞല്ലോ, ഇദ്ഹാർ ചെയ്യണം. മീമും ബഉം അല്ലാത്ത ബാക്കി ഏത് വന്നാലും ഇദ്ഹാർ വ്യക്തമായിട്ട് മീമിനെ പറയണം. അംവാതാ. ولا تحسبن الذين قتلوا
ശബ്ദമുള്ള നൂന് മണിക്കണം. തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ. അവിടെ നിർത്തുന്നില്ല എങ്കിൽ തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്തിൻ്റെ ശേഷം ബ വന്നു. മീമിന്റെ പിന്നെ നൂനിന്റെ നിയമങ്ങൾ നമുക്കറിയാം. നൂനിന്റെയും തൻവീന്റെയും നിയമങ്ങൾ ഒന്നാണ്. നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീന്റെ ശേഷം ബ വന്നാൽ നൂനിനെ തൻവീനിനെ മാറ്റി മീമായി കൊടുക്കണം. അംവാത്ത് അംവാതൻ എന്നുള്ള തെൻ ഉച്ചാരത്തിൽ തൻവീന തൻവീൻ ഉച്ചാരണത്തിൽ എങ്ങനെ തെൻ തെൻ ഇതാണ് ഉച്ചാരത്തിൽ വരുന്നത്. അപ്പൊ ഉച്ചാരത്തിൽ വരുന്ന ആ തൻവീൻ എന്ന് പറഞ്ഞാൽ നൂന് അല്ലെ തെൻ എന്ന് പറയുമ്പോൾ ഉച്ചാരത്തിൽ നൂനുണ്ടല്ലോ, ആ നൂനിനെ മാറ്റി മീമായി കൊടുക്കണം. ബ ആണ് വന്നതെങ്കിൽ അംവാതം തൻ എന്നുള്ളത് തംബൽ തംബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം. അപ്പോ നൂനിന്റെ നിയമങ്ങൾ നൂനിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ലാബാണ്. നൂനിനെ മറിച്ച് നൂനിനെ മാറ്റി മീമായി കൊടുക്കുക, തൻവീനിനെ മാറ്റി മീമായി കൊടുക്കുക. തൻവീനിനെ മാറ്റുമ്പോൾ ത എന്നുള്ളത് അവിടെ തന്നെ ഉണ്ടാവും. തെൻ ത ന് അതാണ് മാറുന്നത്. ത ന് തം അവിടെയാണ് മാറ്റം വരുന്നത് അല്ലേ. ഇനി ലാമോ റോ വന്നാൽ ഇദ്ഗാം ബിലാ ഗുന്നയാണ്. നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കരുത്, നേരെ കൂട്ടി യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നൂന് തൻവീന് ഉച്ചാരണത്തിൽ വരില്ല. നൂനെ ഉണ്ടാവില്ല, തൻവീനും ഉണ്ടാവില്ല. നൗമി നൂന് വാവ് മീമ യാ എന്നിവ വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക. നൂനിനെ അടുത്ത അക്ഷരമായ നൂനിലേക്ക്, മീമിലേക്ക്, വാവിലേക്ക്, യായിലേക്ക്. നൗമി നൂന് വാവ് മീമ യാ. നൂനിന്റെ ശേഷം സുക്കൂണുള്ള നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീനിന്റെ ശേഷം ഈ നാലക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമാണ് ഉള്ളതെങ്കിൽ അവിടെ എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. നൂന് ഉച്ചരിക്കൂല, തൻവീൻ ഉച്ചരിക്കൂല, പക്ഷെ ആ നൂനിനെ കൊടുത്തിട്ട് അടുത്ത നൗമി എന്ന നാലക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരത്തിലേക്ക് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം മണിക്കുന്നു. മണിക്കൽ അവിടെ ഉണ്ടാവണം, അതാണ് നൗമി. പിന്നെ ഇദ്ഗാം ബിഗുന്ന. ഇനി ഇളാന്റെ അക്ഷരമായ ഹംസ ഐന് ഗൈന് ഈ ആറക്ഷരം വന്നാൽ നൂനിന്റെ ശേഷം തൻവീന്റെ ശേഷം ഈ ആറക്ഷരങ്ങൾ വന്നാൽ അവിടെ നൂന് വ്യക്തമായിട്ട് പറയണം, ഇതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം അഹ്യാഉൻ. തൻവീൻ വന്നു, തൻവീന്റെ ശേഷം ഐന് വന്നു. ഹംസ ഐന് ഗൈന് ഇവിടെ ഐനാണ് വന്നത്. ഇളാറിൽപ്പെട്ട ഐന് വന്നു. അപ്പൊ എന്ത് ചെയ്യണം? അഹ്യാഉൻ ഉൻ എന്ന് വ്യക്തമാക്കി പറയണം. അതാണ് ഇദ്ഹാർ എന്ന് പറയാം. ഇൻദ റബ്ബിഹിം ഇതല്ലാത്ത ഇപ്പൊ പറഞ്ഞ ബ ലാമ് റാ നൗമി നൂന് വാവ് മീമ് യാ നൗമി ഹംസ ഐന് ഗൈന് ഈ 13 അക്ഷരമല്ലാത്ത ബാക്കി 15 അക്ഷരമാണുള്ളത്. അതിൽപ്പെട്ട ഏത് വന്നാലും മറച്ച് മണിക്കണം, വ്യക്തമാക്കൂല, ഒഴിവാക്കൂല. രണ്ടിന്റെ ഇടയിലായിട്ട് എന്താ ഈ നിദ എന്ന് പറയില്ല, ഒഴിവാക്കൂല. എന്നാലും രണ്ടിന്റെ ഇടയിലായിട്ട് ഇൻദ റബ്ബിഹിം എന്ന് പറയില്ല. ഇൻദ റബ്ബിഹിം യുർസഖൂൻ. നൂന്റെ നിയമങ്ങൾ വല്ല സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ ചോദിച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? യൂട്യൂബിൽ തന്നെ മറുപടി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله. فرحين رأينا كسران ترقيق ചെയ്യണം. فرحين بما آتاهم الله من فضله ويستبشرون بالذين. ഇനി ഇങ്ങനെ പോവുള്ളൂ. നിയമങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. മിൻ ഫദ്ലിഹി സുക്കുള്ള നൂനിന്റെ ശേഷം ഫ വന്നു. നേരത്തെ പറഞ്ഞ 13 അക്ഷരത്തിൽപ്പെട്ട അല്ല, 15 അക്ഷരത്തിൽപ്പെട്ടതാണ്. ഇഖ്ഫായിന്റെ അക്ഷരമാണ്. മിൻ ഫദ്ലിഹി എന്ന് പറയില്ല. മിൻ ഫദ്ലിഹി വയസ്തബിശൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം ബിഹിം. ഇവിടെ മീമിന്റെ നിയമമാണ്. മീമിന്റെ മീം വന്നു ഇദ്ഗാം ബിഗുന്നയാണ്. കൂട്ടി യോജിപ്പിക്കാൻ പഠിക്കുക. മിൻ ഖൽഫിഹിം എന്നുള്ളത് നൂനിന്റെ ശേഷം ഖ വന്നു. പിന്നെ ഇളാന്റെ അക്ഷരമാണ്.
ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം ഖൽഫിഹിം. വ്യക്തമാകുന്നുണ്ടോ നോക്കണം. മീമിന്റെ നിയമമാണ്. മീമ് വന്നാൽ പിന്നെ മീമിന്റെ നിയമം നോക്കേണ്ടത്. നൂന് വന്നാൽ നൂനിന്റെ നിയമം അല്ലേ? ഇൻഷാ അല്ലാഹ്. ഖൽഫിഹിം അല്ലാ ഖൗഫുൻ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അലൈഹിം അലൈഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വ്യക്തമാക്കണം. വലാഹും യഹ്സനൂൻ. فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون. يستبشرون بنعمة من الله وفضل وأن الله وفضل തൻവീനേശം വാവുന്നു. നൗമി നൂന് വാവ് മീമിയ കൂട്ടി വെച്ചിപ്പിക്കാൻ പഠിക്കുക. വഫദ്ലി എന്ന് പറഞ്ഞ പോലെ വഫദ്ലി വഅന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഅ്മിനീൻ. ബിനിഅമതിൻ ഇദ്ഗാം ബിവന്നയാണ്. നൗമി നൂന് വാവ് മീമിയ തൻവീനേശം ബിനിഅമതിൻ ബിനിഅമതി എന്ന് പറയുന്നത് ബിനിഅമതിൻ മീ എന്ന് പറയുന്നത് ബിനിഅമതിൻ മിനല്ലാഹ്. يستبشرون بنعمة من الله وفضل وأن الله لا يضيع أجر المؤمنين الذين استجابوا لله والرسول من بعد ما أصابهم القرح. الذين استجابوا നിർത്തുമ്പോൾ الذين استجابوا കാരണം ഈ എന്ന് പറയാൻ കാരണം മൂന്നാമത്തെ അക്ഷരം അതിന് എന്താണ്? ഫത്ഹാണ്. ഫത്ഹ കസ്റാണെങ്കിൽ ഈ നാ കൊടുക്കേണ്ടത്. الذين استجابوا. ഇവിടെ നമുക്ക് പ്രശ്നമില്ല, തുടക്കത്തിലായതുകൊണ്ട് നമ്മളിങ്ങനെ ഓതി പോകും. الذين استجابوا وذين ربهم الذين استجابوا لله والرسول من بعد ما أصابهم هم نالله നിർത്തിയപ്പോൾ ഹും സുക്കൂൺ കൊടുത്തു. മിൻ ബഅദി നൂനിന്റെ ശേഷം ബാ വന്നു. സുക്കൂണുള്ള നൂനിന്റെ ശേഷം ബാ വന്നു. സുക്കൂണുള്ള നൂന് എന്ന് പറഞ്ഞാൽ ഒന്നില്ലാത്ത നൂന്, അതിന്റെ ശേഷം ബാ വന്നു. നൂനിനെ മാറ്റി മീമായി കൊടുക്കണം. മിൻ മീൻ എന്നുള്ളത് മിൻ ബഅദി മാ അസ്വബഹുൽ ഖർഹ് ലില്ലദീന അഹ്സനു എന്ന് പറയുന്നത് ഇവിടെ ആ എന്നുള്ളത് വസ്ലിൻ ഹംസ അല്ല. വസ്ലിൻ ഹംസയുടെ ചിഹ്നം നമുക്കറിയാം, കണ്ടാൽ തന്നെ തിരിയണം. ലില്ലദീന അഹ്സനു മിൻഹും വത്തഖൗ അജ്റുൻ അളീം. ഫത്ഹ കസ്റ ലമ്മ ഉണ്ടെങ്കിൽ പിന്നെ അത് വസ്ലിൻ ഹംസ അല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുസാഫിലൊക്കെ എന്താ പ്രത്യേകം ചിഹ്നം ഉണ്ടല്ലോ അല്ലേ? അതൊന്ന് ശ്രദ്ധിക്കുക. ലില്ലദീന അഹ്സനു മിൻഹും വത്തഖൗ അജ്റുൻ അളീം. വത്തഖൗ അജ്റുൻ അളീം. തൻവീന് ശേഷം അയിന് വന്നു ഇദ്ഹാർ ചെയ്യണം. മിൻഹും ഇദ്ഹാർ ചെയ്യണം. കാരണം എന്താ? നൂനിന് ശേഷം ഹ വന്നു. നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായി ചില പദങ്ങളൊക്കെ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പോകും. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പോണൊക്കെ പോയിക്കോട്ടെ, പക്ഷെ അത് തെറ്റായി പോകുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ നിയമങ്ങൾ പഠിക്കുമ്പോൾ അത് നമ്മൾ മുമ്പ് പഠിച്ച ആ നിയമത്തോട് നമ്മൾ മുമ്പ് ഇങ്ങനെ പഠിച്ച് ഓതി പോകുന്നൊരു ശൈലി ഉണ്ടാവല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മൾ കഴിവിന്റെ പരമാവധിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഇതുവരെ ഓതിയത് ശരിയാണോ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പറയാൻ കാരണം ഒരുപാട് ആളുകൾ മുമ്പ് ഓതി വെച്ചത് നമ്മൾ ആ പഠിച്ചു വെച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചത് അതിങ്ങനെ ഇപ്പോഴും ആ രൂപത്തിൽ തന്നെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സൂറത്തുൽ ബഖറയൊക്കെ നന്നാക്കും, യാസീനോടെ ഒരു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓതുന്ന വാഖിയ സൂറത്ത് സ്ഥിരമായിട്ട് ഓതുന്ന സൂറത്തുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ പണ്ടേ ഓതി ആ രൂപത്തിൽ തന്നെ എപ്പോഴും ഓതുന്നുണ്ട്. ഓതിനൊരു മാറ്റം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണില്ല. ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ട്, മനസ്സിലായിട്ട് അതുപോലെ ഓത്തിന് അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾക്ക്
മാറ്റമുണ്ടായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് ആളുകൾ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാം. എന്നാൽ പോലും ഇപ്പൊ മനസ്സിലായിട്ടും ചില ആളുകൾ അത് പഴയ ഓത്തന്നെ ഓതുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്തു മേബഹും അവിടെ മദ്ദുണ്ട്. മദ് കണ്ടാൽ നീട്ടണമെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മളവിടെ നീട്ടൂല. ഉദാഹരണം പറഞ്ഞാണ് മിംബാദി. അവിടെ പോയും മിൻ ബാദി എന്ന് ഓതുന്ന ആൾക്കാരുണ്ട്. നമ്മളിൽപ്പെട്ട ആളുകൾ ഉണ്ട് എന്നല്ല ഇപ്പൊ പറഞ്ഞത്. ഉണ്ടെങ്കിൽ അത് തിരുത്തണം എന്ന രൂപത്തിലാണ് പറയുന്നത്. ഒരുപാട് ചില ഓത്തിലൊക്കെ എന്ത് ചെയ്തത് ഒരുപാട് മിൻ ബാദി എന്നുള്ളടത്ത് മിം ബാദി എന്നുള്ളടത്ത് ഇപ്പൊ എന്ത് ചെയ്തു മിൻ ബാദി എന്ന് ഓതുന്ന ആളുകളുണ്ട്. നമുക്ക് അറിയാം നിയമം എന്താണ്. ഇവിടെ മിൻ എന്ന് വന്നാൽ ശേഷമുള്ളത് ബ ആണ്. ബ വന്നാൽ എന്ത് ചെയ്യണം? നീന്നല്ല മിം എന്നാക്കി കൊടുക്കണം എന്നറിയാം. നിയമം ചോദിച്ചാൽ പറയും, നമുക്കറിയാം. പക്ഷെ അത് ഓത്തിലത് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് ഞാൻ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ മനസ്സിലായ ആളുകൾ, മാറ്റം വരുത്തിയ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞാൽ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണേ എന്നുള്ള തോന്നലുണ്ടാവും. അപ്പൊ അത് ഒന്ന് ക്ഷമിക്കുക. അപ്പൊ ഈ പറഞ്ഞിട്ടും അത് മാറ്റം മനസ്സിലായിട്ടും മാറ്റം വരുത്താത്ത ആൾക്കാർ അതാണ്. അല്ലാതെ ഇപ്പം ഒരുപാട് ആൾക്കാർ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ ആ ഒരു വിഷമുള്ളവരൊക്കെ ഉണ്ട്. അള്ളാഹുത്തലൊക്കെ മാറ്റി നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ മാറ്റം വരുത്താൻ, നല്ല റാഹത്തോടുകൂടെ പരിശുദ്ധ ഖുർആനൊക്കെ ധാരാളമായിട്ട് ഖത്മ് തീർക്കാനൊക്കെ ഉള്ള തൗഫീഖ് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നല്ല ഓർമ്മശക്തി അള്ളാഹുത്തല പ്രദാനം ചെയ്യട്ടെ. മനസ്സിലായിട്ടും അത് നമ്മൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കാത്ത ആളുകൾ, അവരെ കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ക്ലാസ് കേട്ടിട്ടെങ്കിലും ഒന്ന് മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ ഒന്ന് ഓതി നോക്കുക. ക്ലാസ് ഇങ്ങനെ കേൾക്കുന്ന ആൾക്കാരുണ്ട്. ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. അതൊന്ന് ഓത്തിൽ അത് കൊണ്ടുവരണം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് കുറച്ച് സമയത്തെങ്കിലും ഒന്ന് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം, എപ്പോഴും എല്ലാവരും ഫ്രീ ടൈമിൽ ഒന്ന് മാറ്റി വെച്ചിട്ട് ക്ലാസ് കേൾക്കുക. അതെന്ത് ചെയ്യാം, വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, ഓത്ത് ഒന്ന് മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. الذين استجابوا لله والرسول من بعد ما أصابهم القرح للذين أحسنوا منهم واتقوا أجر عظيم الذين قال لهم الناس إن الناس قد جمعوا لكم. കൂട്ടത്തിലൊരു കാര്യം കൂടി പറയാണ്. നമ്മൾ ചില ആളുകളെങ്കിലും സ്പീഡിൽ ഓതുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ ഒന്ന് മാറ്റുക. സ്പീഡിൽ ഓതുക എന്ന സംഗതി നമുക്ക് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരൂല. നമ്മൾ ആ നിയമങ്ങളൊക്കെ ഒന്ന് പാലിച്ചുകൊണ്ടൊന്ന് ഈ ആയത്തൊന്ന് ഓതി നോക്കി. ഇവിടെ ശബ്ദമുള്ള നൂനുണ്ട്, അവിടെ ഒന്ന് മടിച്ചൊന്ന് ഓതി നോക്കി. ഒന്ന് ഓതണം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് ഓതണം. അത് ഓതി നോക്കുക. ഒന്ന് നോക്കി. അല്ലദീന നേരത്തെ പറഞ്ഞല്ലോ, അലിഫും ലാമും വന്നാൽ പിന്നെ ആന്ന് വായിക്കണ്ടേ. ഇവിടെ ആന്നില്ല, ഈന്നില്ല, ഊന്നില്ല. അലിഫും ലാമും വന്നാൽ പിന്നെ നോക്കണ്ട, ആന്ന് കൊടുക്കുക. അല്ലദീന നമുക്ക് പരിചയമുള്ള പദമാണ്, പ്രശ്നമില്ല. പക്ഷെ വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. ഇവിടെ 3 ശബ്ദമുള്ള നൂനുണ്ട്. അവിടെ ഒന്ന് മടിച്ചു നോക്കി. മടിച്ചിട്ടൊന്ന് ഓതി നോക്കി. എന്നിട്ടൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കി. ഒന്ന് കേട്ടോക്കി. അല്ലെങ്കിൽ ഈ സാധാരണ മുമ്പ് ഓതിയുന്ന ഓത്തും ഈ ഒരു ഓത്തും ഒന്നുകൂടെ പിന്നെ ഒന്നും എന്താ വ്യത്യാസം നോക്കി. ഒരു കേൾക്കാൻ തന്നെ ഒരു രസം ഉണ്ടാവും അല്ലേ? അതന്നെയാണ് എന്ത് ഓത്തിന് നമ്മളെ രസം എന്ന് പറഞ്ഞാൽ തന്നെ അതന്നെയാണ്. ആ നിയമങ്ങൾക്കൊന്ന് പാലിച്ചുകൊണ്ടൊന്ന് ഓതുകയാണെങ്കിൽ അത് വല്ലാത്ത രസമാണ്. ഒന്ന് സ്ലോ മോഷൻ തന്നെ ഒന്ന് പോവാം. അങ്ങനെ പോകാൻ കഴിയുള്ളൂ. ആ നിയമങ്ങൾ ശരിക്കും ഒന്ന് പാലിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്ലോ മോഷൻ തന്നെ നല്ല രസം ഉണ്ടാവും കേൾക്കാൻ. അല്ലാഹു തആല മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകണം. മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അത് വല്ലാത്തൊരു മനോഹര, അതിന്റെ ആ ഒരു വിശുദ്ധ ഖുർആന്റെ ശബ്ദമാണല്ലോ. അപ്പൊ അതിന് വല്ലാത്തൊരു മലക്കുകൾ വരെ അത് കേട്ടിങ്ങനെ കേട്ടിരിക്കും. അല്ലാഹു തആല ആ നിലക്ക് ഓതാനൊക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മനോഹരമായിട്ട് ഓതുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധ കലാമാണ്. അള്ളാഹിന്റെ വിശുദ്ധ കലാം ഓതുമ്പോൾ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും. അള്ളാഹ് ഇഷ്ടപ്പെട്ടാ പിന്നെ നമ്മളെ രക്ഷപ്പെട്ടില്ല. പിന്നെ എന്താ അതിന്റെ വേണം? അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് നമ്മെ ഉൾപ്പെടുത്തട്ടെ.
യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തേണ്ടത്. ഈ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിട്ട് മരിക്കാനൊക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ക്ലാസ് എടുക്കാനും കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും പാരായണം ചെയ്യാനും ധാരാളം ഖത്മുകൾ തീർക്കാനും നാളെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും ഇത് കാരണമായിട്ട് അല്ലാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل وقالوا حسبنا الله ونعم الوكيل. നമ്മളിപ്പോൾ ചൊല്ലുന്ന ഒരു ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹ് മതി നമുക്ക്, അല്ലേ? എല്ലാത്തിനും അല്ലാഹു മതി. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഒരു പ്രയാസം വേണ്ട. അല്ലാഹു തആല നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ അല്ലാഹുവിന്റെ കൂടെ ഉണ്ടാവണം. ഇബാദത്ത് ചെയ്തുകൊണ്ട് അവനിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അല്ലാഹു ഇങ്ങോട്ട് ധാരാളമായിട്ട് അടുക്കുന്നല്ല പറഞ്ഞു. അപ്പൊ അതൊക്കെ ആ രൂപത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനോട് അടുക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്. അള്ളാഹിന്റെ കലാമാണല്ലോ. അപ്പൊ അള്ളാഹുവിലേക്കാണ് നമ്മൾ അടുക്കുന്നത്. അള്ളാഹിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നമ്മൾ നിസ്കാരത്തിൽ ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണുന്നത് പോലെയാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു കർമ്മമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അള്ളാഹിന്റെ കലാമാണ്. ആ അള്ളാഹുവിന്റെ കലാമിന്റെ കൂടെ അല്ലെ വിശുദ്ധ ഖുർആൻ നമ്മൾ എന്ത് ചെയ്യുക? ഓതുമ്പോൾ എന്ത് ചെയ്യുക? അള്ളാഹു തആല നമ്മെ ധാരാളമായിട്ട് ഇഷ്ടപ്പെടും. അള്ളാഹു തആല അവന്റെ യഥാർത്ഥ ഇബാദികളിൽ അള്ളാഹു തആല നമുക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. فانقلبوا بنعمة من الله وفضل الله تنوين السلام وانو إدغام بلا ونيان وفضل الله കൂട്ടി യോജിപ്പിക്കുക, പറഞ്ഞും ചെയ്യണ്ട. وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم. فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم. إنما ذلكم الشيطان يخوف أولياءه فلا تخافوهم وخافون. അവിടെ നിർത്തിയപ്പോൾ നൂന് സുഖം കൊടുത്തു. തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ളതാണ് وخافون. فلا تخافوهم وخافون إن كنتم مؤمنين. وخافوني നീട്ടരുത്. وخافوني إن كنتم مؤمنين. إنما ذلكم الشيطان يخوف أولياءه فلا تخافوهم وخافون إن كنتم مؤمنين. 156 ولا يحزنك الذين يسارعون في الكفر ولا يحزنك الذين
നിർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മധ്യ ആരിൽ വരുന്നുണ്ടോ നോക്കണം. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. നീട്ടാനുള്ളതല്ലെങ്കിൽ തൻവീൻ ഫത്ഹ് അല്ലെങ്കിൽ ഹാത്താ അല്ലെങ്കിൽ ഹാത്താ ആണെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ തൻവീൻ ഫത്ഹ് കസ്റ ദമ്മ ഒന്നും നോക്കണ്ട. അവിടെ ഹാത്താ ആണ് വന്നതെങ്കിൽ അവിടെ അവസാനം ഹാത്താവിനെ മാറ്റിയിട്ട് സുക്കൂനുള്ള ഹ ആയിട്ട് കൊടുക്കുക. ഹ. ولا يحزنك الذين يحزن إخفاء ചെയ്യണം. കാഫാണ് വന്നിട്ടുള്ളത്. الذين يسارعون في الكفر إنهم لن يضروا الله شيئا. تنوين فتح നിർത്തിയപ്പോൾ شيئا يريد الله ألا يجعل لهم حظا في الآخرة ألا يجعل لهم حظا في الآخرة. تا വന്നു ഹാത്താ വന്നു, ഹാത്താവിനെ മാറ്റി സുക്കൂനുള്ള ഹ ആയിട്ട് മാറ്റുക. في الآخرة ولهم عذاب عظيم. عذاب തൻവീന്റെ ശേഷം ഐന് വന്നു, ഇദ്ഹാർ ചെയ്യണം, വ്യക്തമാക്കണം. ولا يحزنك الذين يسارعون في الكفر إنهم لن നൂന് പറയില്ല, നൂന് യായിലേക്ക് കൊടുത്തു, യാ മണിക്കുകയും ചെയ്തു. لن يضروا الله شيئا يريد الله ألا يجعل لهم حظا في الآخرة ألا يجعل لهم حظا في الآخرة ولهم عذاب عظيم. 177 إن الذين اشتروا الكفر بالإيمان نون سكونة تطمب ألف. إن الذين اشتروا الكفر بالإيمان لن يضروا الله شيئا لن يضروا الله شيئا ولهم عذاب أليم. لن يضروا الله شيئا ولهم عذاب أليم. إن الذين اشتروا الكفر بالإيمان لن يضروا الله شيئا ولهم عذاب أليم. لن يضروا الله شيئا ولهم عذاب أليم. ولا يحسبن الذين كفروا أنما نملي لهم خير لأنفسهم خير لي تنوين السلام أمراء ونال كتي وجبك خير لأنفسهم أنما نملي لهم إذا رجعنا. ولا يحسبن الذين كفروا أنما نملي لهم خير لأنفسهم إنما نملي لهم ليزدادوا إثما قد منفصل عليه. ولهم عذاب مهين. ولا يحسبن الذين كفروا أنما نملي لهم خير لأنفسهم إنما نملي لهم ليزدادوا إثما ولهم عذاب مهين. ما كان الله ليذر المؤمنين على ما أنتم عليه حتى يميز الخبيث من الطيب وما كان الله ليطلعكم على الغيب ولكن الله يجتبي من رسله എന്ന് പറയുന്നത് മിറു തൻവീൻ നൂനിന്റെ ശേഷം തൻവീൻ ശേഷം റാ ലാം റാ വന്നാൽ എന്ത് ചെയ്യണം, മിറു കൂട്ടി യോജിപ്പിക്കണം, മണിക്കണ്ട. മിറുസുലി ولكن الله يجتبي من رسله من يشاء فآمنوا بالله ورسله وإن تؤمنوا وتتقوا فلكم أجر عظيم.
وإن تؤمنوا وتتقوا فلكم أجر عظيم. 179 ആയത്ത് ഒന്നുകൂടെ. ما كان الله ليذر المؤمنين على ما أنتم عليه حتى يميز الخبيث من الطيب وما كان الله ليطلعكم على الغيب ولكن الله يجتبي من رسله من يشاء فآمنوا بالله ورسله وإن تؤمنوا وتتقوا فلكم أجر عظيم. ولا يحسبن الذين يبخلون بما آتاهم الله من فضله يبخلون بما آتاهم الله من فضله هو خيرا لهم നിർത്തി മീമിന് സുഖം കൊടുത്തു നിർത്തുന്നില്ല എങ്കിൽ ഹുവ ഖൈറൻ ലഹും ബൽ മീമിന്റെ ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. മീമിന്റെ നിയമമാണ്. മീമിന്റെ ശേഷം മീം വന്നാൽ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. മീമിന്റെ ശേഷം ബാ വന്നാൽ മറച്ച് മണിക്കുക. ലഹും ബാ എന്ന് പറയുന്നത് ലഹും ബൽ ഹുവ ശർറുൽ ലഹും. അവിടെ തൻവീന്റെ നിയമമാണ് ലാമുറായി. ശർറുൽ ലഹും ബൽ ഹുവ ശർറുൽ ലഹും سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبير. خبير. ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبير. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വഖഫ് ചെയ്യുമ്പോൾ ഖബീർ എന്നല്ല ഖബീർ റാഇന് തർഖീഖ് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. നേർപ്പിക്കുക, വായ നിറച്ച് പറയരുത്. ഖബീർ എന്ന് പറയരുത്. ഖബീർ. റാഇന് സുക്കൂന് മുമ്പ് നീട്ടാനുള്ള യാ വന്നു, ഇതിന് മുമ്പ് ഗസ്ർ വന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുക? ഖബീർ. لقد سمع الله قول الذين قالوا إن الله فقير ونحن أغنياء. അവിടെ കണ്ടില്ലേ, നേരം തൻവീന്റെ മീമല്ലത് അഗ്നിയാ. അവിടെ തൻവീൻ ഉണ്ടോന്ന് സംശയണ്ട. ആ മീം എന്താണ്? അവിടെ വഖഫ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. നേരത്തെ പറഞ്ഞല്ലോ മിംബാദി എന്നുള്ളടത്തത് പോലെ ആ മീമിന്റെ ചിഹ്നം, മീമിന്റെ വാല് താഴോട്ടായിരിക്കും. ഇഖ്ലാബിന്റെ മീമ് താഴോട്ടായിരിക്കും. ഇത് നേരെ നിവർന്നു നിൽക്കുന്ന വാലാണ് അല്ലേ? അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അവിടെ എന്ത് ചെയ്യാ? അഗ്നിയാഉം എന്ന് പറഞ്ഞവിടെ ഓതണ്ട. അഗ്നിയാ. ഇനി അവിടെ നിർത്തുന്നില്ല എങ്കിൽ വനഹ്നു അഗ്നിയാഉ സനക്തുബു പറഞ്ഞും ചെയ്യണ്ട. ഹംസക്ക് ലൊമ്മാണ്. ആ ലൊമ്മ കൊടുത്തോണ്ട് ഓതാ. قالوا إن الله فقير ونحن أغنياء سنكتب ما قالوا وقتلهم الأنبياء ما قالوا وقتلهم الأنبياء بغير حق. അവിടെ മാറ്റി കൊടുക്കണം. മീമിന്റെ വാല് കണ്ടിയെ താഴോട്ടാണ്. അങ്ങനെ വരാൻ കാരണം എന്താ? ശേഷമുള്ള ബാ ആയതുകൊണ്ട്. وقتلهم الأنبياء بغير حق ونقول ذوقوا عذاب الحريق. لقد سمع الله قول الذين قالوا إن الله فقير. നിർത്തിയപ്പോൾ അതിന് തർക്കീഖ് ചെയ്തു. ونحن أغنياء قالوا إن الله فقير ونحن أغنياء
سنكتب ما قالوا وقتلهم الأنبياء بغير حق ونقول ذوقوا عذاب الحريق. 182 ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد وأن الله ليس بظلام للعبيد. ദാലിൽ സുക്കൂനെ നിർത്തിയപ്പോൾ തൊട്ട് മുമ്പുള്ള കേട്ടാണുള്ള യാ ആണ് എല്ലാ സ്ഥലത്തും വരുന്നത് പോലെ മദ്ദാരിദ് അന്ന് ശബ്ദിക്കുക. الذين قالوا 183 الذين قالوا إن الله عهد إلينا ألا نؤمن لرسول حتى يأتينا بقربان تأكله النار. الذين قالوا إن الله عهد إلينا ألا نؤمن لرسول حتى يأتينا بقربان تأكله النار. قل قد جاءكم رسول من قبلي بالبينات قل قد جاءكم رسول نوديده أنا قل قد جاءكم رسل من قبلي بالبينات قل قد جاءكم رسل من قبلي بالبينات وبالذين قلتم فلم قتلتموهم إن كنتم صادقين. قتلتموهم ചുണ്ടു പൂട്ടണം, ഇദാർ ചെയ്യണം. الذين قالوا إن الله عهد إلينا ألا نؤمن لرسول حتى يأتينا بقربان تأكله النار. قل قد جاءكم رسل من قبلي بالبينات وبالذي قلتم فلم قتلتموهم إن كنتم صادقين. فإن كذبوك فقد كذب رسل من قبلك إخفاجنا. فإن كذبوك فقد كذب رسل من قبلك جاءوا بالبينات. അവിടെ നീട്ടണം, മദ് മുത്തസ്സിലാണ് അല്ലേ. മദ്ദക്ഷരത്തിന് ശേഷം ഊ എന്ന ഹംസ വന്നത് അതേ വാക്കിലാണ്. ഊ എന്നുള്ളത് അവിടെ ചെറിയൊരു നെട്ടിൽ നീട്ടിയാൽ മതി, അവിടെ മദ്ദൊന്നുമില്ല, സാധാരണ മദ്ദാണ്. جاءوا بالبينات والزبر والكتاب المنير. അതിന് തർക്കീക്ക് ചെയ്യണം, സുക്കൂൻ ചെയ്തു, മുമ്പുള്ള നീട്ടാനുള്ള യാ അതിനുമ്പ് കസർ മുനീർ. فإن كذبوك فقد كذب رسل من قبلك جاءوا بالبينات والزبر نطم والزبر بالبينات والزبر والكتاب المنير. جاءوا بالبينات والزبر والكتاب المنير. فإن كذبوك فقد كذب رسل من قبلك جاءوا بالبينات والزبر والكتاب المنير.
അപ്പം ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഫസ്റ്റ് മുതൽ ഒന്ന് ഓതി നോക്കാം. നൂറ്റി 66 ആയത്ത് മുതലാണ് ഓതിയത്. ഇൻഷാ അല്ലാഹ് മനോഹരമായിട്ട് കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യുക, ഒന്ന് പാരായണം ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ദുആ ചെയ്യാണ്. ദുആ ഒരു ഇബാദത്താണ്, ഒരു പുണ്യകർമ്മമാണ്, കൂലി ലഭിക്കുന്ന കാര്യമാണ്. നമ്മൾ ദുആ ചെയ്യുക, ആമീൻ പറയുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആയിലേക്ക് ഉൾപ്പെടുത്തുക. ആരുടെയൊക്കെ ദുആന്റെ ഒക്കെ ഫലമായിട്ട്, ആമീന്റെ ഒക്കെ ഫലമായിട്ട് എനിക്ക് നമുക്ക് ഉത്തരം ലഭിച്ചാൽ വലിയ സന്തോഷമാണ് അവർക്കൊക്കെ ലഭിക്കുന്നത്. നമ്മളെ കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം ലഭിക്കുമ്പോൾ അള്ളാഹു തആല സന്തോഷിക്കും, നമ്മളെ കൊണ്ട് സന്തോഷിക്കും. അപ്പൊ അള്ളാഹുക്ക് നമ്മളെ വല്ലാത്ത ഇഷ്ടമാകും. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ അത് വല്ലാത്തൊരു സേവനം, അതിൽപ്പെട്ട ഒരു വലിയ മഹത്തായ ഒരു സേവനമാണ് ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയുള്ള ദുആ. അത് അള്ളാഹു തആല തീർച്ചയായിട്ടും സ്വീകരിക്കും. അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി മാതാപിതാക്കൾ, ഉസ്താദുമാര്, മക്കള്, ഫാമിലിക്കൊക്കെ വേണ്ടി പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന വലിയ ഒരു അഭിലാഷമാണ് അല്ലെ, വിവാഹം അങ്ങനെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭവനം ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഒരു നല്ലൊരു പ്ലേസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണത്തിലാണുള്ളത്. നമുക്കൊക്കെ റാഹത്തായിട്ട് കിട്ടണമല്ലോ. അപ്പൊ അതിനു വേണ്ടി പ്രത്യേകമായിട്ട് ദുആയിലേക്ക് ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും നല്ല ഖൈറായ ഒരു നല്ല റാഹത്തുള്ള ഒരു വീട് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പോയി വാടക വീട്ടിലൊക്കെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല അവരൊക്കെ ആ ഒരു പ്രയാസം നീക്കി. വാടക വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്ത പ്രയാസമാണ്. കാരണം മാസം മാസം പിന്നെ റെന്റ് കൊടുക്കണം അല്ലെ, ഇതിന്റെ പുറമെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ബാക്കി പിന്നെ ചെലവുകളും ഒക്കെ ആയിട്ട് അവസാനം അതിൽ നിന്ന് മുക്തി നേടാൻ കഴിയാതെ ഇപ്പോഴും ഒരുപാട് വർഷങ്ങളായിട്ട് വരെ അതിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നമ്മളെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും നല്ല റാഹത്തുള്ള ഭവനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉദ്ദേശിച്ചതുപോലെ ഖൈറായ സ്ഥലത്തൊക്കെ അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ഒരുപാട് ജപ്തിന്റെ വക്കിലുള്ള ആളുകളുണ്ട്. പിന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് സ്വന്തം വീട് ഒക്കെ നാടൊക്കെ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന പിന്നെ ആളുകളൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു തആല ഒക്കെ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല റാഹത്തുള്ള ഒരു വീട് അല്ലാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ എല്ലാവിധ കടങ്ങളും അല്ലാഹു തആല വീട്ടാനൊക്കെ ഉള്ള മാർഗങ്ങൾ എളുപ്പമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്നവർ, മറ്റുള്ള ജോലി ചെയ്യുന്നവർ, വീട്ടിൽ നിന്ന് സഹോദരിമാരൊക്കെ മറ്റു പിന്നെ വീടൊക്കെ ഒന്ന് പിന്നെ പ്രത്യേകിച്ച് ഭർത്താക്കന്മാരില്ലാത്തവർ, മരണപ്പെട്ടവർ, ഇതിനൊക്കെയുള്ള ഒരുപാട് പ്രയാസമുള്ളവർ, സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവർ, വീട്ടിൽ നിന്നൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരിമാർ, ഉമ്മമാരൊക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാവരെയും എല്ലാ നിലക്കും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മക്കളെ ജോലികളിലൊക്കെ, അതുപോലെ തന്നെ നാവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും വീടുകളിലൊക്കെ എല്ലാ റാഹത്തും സന്തോഷവും ഐശ്വര്യവും ബറക്കത്തും അഭിവൃദ്ധിയും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ എല്ലാവരിലും അല്ലാഹു തആല മഹബ്ബത്തിനെ വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ അല്ലാഹു തആല ശക്തിപ്പെടുത്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണ ഈമാനിലായിക്കൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിച്ച് എല്ലാം കൊണ്ടും റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസികമായിട്ട്, വൈശാചികമായിട്ട്, ശാരീരികമായിട്ടൊക്കെ പ്രയാസമുള്ളവരെല്ലാം അതൊക്കെ നീക്കി എല്ലാം കൊണ്ട് റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഉള്ളതിൽ അല്ലാഹു തആല ബറക്കത്ത്, സന്തോഷം ഇനിയും ഒരുപാട് നമുക്കൊക്കെ പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റിയ ഈ വിഷമം എന്ന് പറഞ്ഞാൽ 1 2 ഉണ്ടാവും. ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് സന്തോഷങ്ങളാണ്.
പക്ഷെ നമ്മളൊക്കെ കാണുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഉണ്ടാവും ഒരു പ്രയാസം എന്ന ആ പ്രയാസത്തിലേക്ക് നമ്മളൊക്കെ ഞാനടക്കം ആ പ്രയാസത്തിലേക്ക് നമ്മൾ പിന്നെ കാഴ്ച ഉണ്ടാവും. അള്ളാഹു തന്ന നിഅമത്തുകൾ ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത നിഅമത്തുകൾ നമുക്കുണ്ടായിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല. അത്രയും ചെറിയ ഒരു മൈന്യൂട്ടായ ഒരു സംഗതിയിലേക്ക് നമ്മൾ നോക്കുക. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. അപ്പൊ ഒരുപാട് സന്തോഷങ്ങൾ നമുക്കവിടെ നിലനിൽക്കുന്നുണ്ട്. അള്ളാഹു തആല ആ സന്തോഷങ്ങളൊക്കെ നിലനിന്ന് അതിലൊക്കെ അള്ളാഹു തആല വർധനവ് നൽകി, സന്തോഷം നൽകി, ഐശ്വര്യം നൽകി, നല്ല റാഹത്ത് നൽകി, മറ്റുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലാതെ, നമ്മളെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളില്ലാതെ എന്തെങ്കിലും ചെറിയ നേരത്തെ പറഞ്ഞതുപോലെ മൈന്യൂട്ടായ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ ആ പ്രയാസം മാത്രമേ നമ്മൾ മനസ്സിലേക്ക് വരുള്ളൂ. അള്ളാഹു തആല ആ പ്രയാസങ്ങളൊക്കെ നീക്കി നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനും ഇബാദത്ത് ചെയ്യാനും ധാരാളം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അള്ളാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. എല്ലാവരും ദുആയിലേക്ക് ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أصابكم يوم التقى الجمعان فبإذن الله وليعلم المؤمنين وليعلم الذين نافقوا وقيل لهم تعالوا قاتلوا في سبيل الله أو ادفعوا قالوا لو نعلم قتالا لاتبعناكم هم للكفر يومئذ أقرب منهم للإيمان يقولون بأفواههم ما ليس في قلوبهم والله أعلم بما يكتمون الذين قالوا لإخوانهم وقعدوا لو أطاعونا ما قتلوا قل فادرءوا عن أنفسكم الموت إن كنتم صادقين ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون يستبشرون بنعمة من الله وفضل وأن الله لا يضيع أجر المؤمنين. അതൊക്കെ നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് ഒന്നായത്താണല്ലേ. നമ്മൾ പ്രത്യേകിച്ച് മൗലൂദിലൊക്കെ ഈ ഒരു ആയത്തുകളുണ്ട് ഇൻഷാ അല്ലാഹ്. الذين استجابوا لله والرسول من بعد ما أصابهم القرح للذين أحسنوا منهم واتقوا أجر عظيم. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم.
إنما ذلكم الشيطان يخوف أولياءه فلا تخافوهم وخافون إن كنتم مؤمنين ولا يحزنك الذين يسارعون في الكفر إنهم لن يضروا الله شيئا يريد الله ألا يجعل لهم حظا في الآخرة ولهم عذاب عظيم إن الذين اشتروا الكفر بالإيمان لن يضروا الله شيئا ولهم عذاب أليم ولا يحسبن الذين كفروا أنما نملي لهم خير لأنفسهم إنما نملي لهم ليزدادوا إثما ولهم عذاب مهين ما كان الله ليذر المؤمنين على ما أنتم عليه حتى يميز الخبيث من الطيب وما كان الله ليطلعكم على الغيب ولكن الله يجتبي من رسله من يشاء فآمنوا بالله ورسله وإن تؤمنوا وتتقوا فلكم أجر عظيم ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبير لقد سمع الله قول الذين قالوا إن الله فقير ونحن أغنياء سنكتب ما قالوا وقتلهم الأنبياء بغير حق ونقول ذوقوا عذاب الحريق ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد الذين قالوا إن الله عهد إلينا ألا نؤمن لرسول حتى يأتينا بقربان تأكله النار قل قد جاءكم رسل من قبلي بالبينات وبالذي قلتم فلم قتلتموهم إن كنتم صادقين فإن كذبوك فقد كذب رسل من قبلك جاءوا بالبينات والزبر والكتاب المنير صدق الله العلي العظيم.